വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ക്യാറ്റ്. എന്താണ് ബാലൻസ് ഷീറ്റ് ക്യാറ്റ് എന്ന് പഠിക്കുന്നതിൻ്റെ മുന്നേ എന്താണ് അക്കൗണ്ട്സ്, എന്താണ് വേർഡ് മീനിങ് എന്ന് നോക്കാം. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെ പറയുന്നതാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ അക്കൗണ്ട്സിൻ്റെ ഫാദർ എന്ന് വിളിക്കുന്നത് ലൂക്ക പാച്ചിയോളിയാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. പക്ഷെ ഇന്ത്യയിൽ അക്കൗണ്ട്സിൻ്റെ ഫാദർ എന്ന് വിളിക്കുന്നത് ശ്രീ കല്യാൺ സുബ്രഹ്മണ്യ അയ്യറിനെയാണ്. പക്ഷേ ഇന്ത്യയിലോട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? കൗദല്യ ആലിയാസ് ചാണക്യയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അക്കൗണ്ട്സ്, എന്താണ് ഡബിൾ എൻട്രി, എന്താണ് സിംഗിൾ എൻട്രി, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ എന്താണ് അക്കൗണ്ട്സ്? ബിസിനസ്സിൽ വരുമ്പോൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. അവിടെ നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജിനെ പറയുന്നതാണ് അക്കൗണ്ട്സ് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ അനലൈസ് ചെയ്യും. ഫസ്റ്റ് അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഈ അനലൈസ് ചെയ്ത ഡാറ്റാസിനെ നമ്മൾ റെക്കോർഡിക്കലാക്കി വെക്കും. ഇങ്ങനെ റെക്കോർഡിക്കലാക്കി വെക്കുന്ന ആളെ പറയുന്നതാണ് ബുക്ക് കീപ്പർ. ഈ ഓരോ ഡാറ്റയും എന്ത് ചെയ്യും? നമ്മൾ ഓരോ ബുക്ക് കീപ്പിങ്ങിലൂടെ വെക്കും. അതായത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും, ഒരു കമ്പനിയിൽ ലോസ് ഉണ്ടാകും. ഇങ്ങനെ അനലൈസ് ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ലെഡ്ജർ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പെർട്ടിക്കുലർ സെക്ഷൻസ് ആക്കിയിട്ട് നമ്മൾ വെക്കുന്നതാണ്. അങ്ങനെ വെക്കുന്ന പ്രോസസ്സിന് പറയുന്നതാണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്നുള്ളത്. അങ്ങനെ ആരാണ് ഇങ്ങനെ ബുക്ക് കീപ്പ് ചെയ്യുന്നത് അവരെ പറയുന്നതാണ് ബുക്ക് കീപ്പർ എന്നുള്ളത്. ഇനി നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ്, കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതെല്ലാം അറിയാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ അക്കൗണ്ട്സിലൂടെ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും? നമ്മുടെ കമ്പനിയുടെ ഇൻകം എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ആരാകും? നമ്മുടെ കമ്പനിയുടെ മാനേജേഴ്സ് എന്ത് ചെയ്യും? ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. മാനേജേഴ്സ് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? കമ്പനി ഓണേഴ്സിനാണ് എല്ലാ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഇനി നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ 4 ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ 4 ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് റെക്കോർഡ്സ്, സെക്കൻഡ് വൺ വരുന്നതാണ് ക്ലാസിഫൈസ്, ആൻഡ് തേർഡ് വൺ ഈസ് സമ്മറൈസ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇന്റർപ്രറ്റ്. ഇതെന്താണെന്ന് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആട്രിബ്യൂട്ട്സ് ഓഫ് അക്കൗണ്ട്. ആട്രിബ്യൂട്ട്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിസിനസ്സിൽ കുറേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നു. ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ നടന്നു എന്നല്ലാതെ നമ്മൾ ഈ ഡാറ്റാസിന് എന്ത് ചെയ്തിട്ടില്ല. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഡെയിലി കിട്ടുന്ന ഒരു വരുമാനം നോക്കുന്നു, അതിൽ എത്രയാണ് ലാഭം വരുന്നത്, അതങ്ങനെ യൂസ് ചെയ്യാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലം നോക്കുമ്പോൾ എന്താണ്? ഫുൾ ബിഗ് ഡാറ്റാസാണ്, ഫുൾ ബിഗ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് കീപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാക്കി? എല്ലാ അക്കൗണ്ടിങ് ഡാറ്റാസിനെയും റെക്കോർഡ് ചെയ്യും. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമ്മൾ അനലൈസ് ചെയ്യാണ്. നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്. ഇങ്ങനെയാണല്ലേ നടന്നിട്ടുള്ളത് എന്നുള്ളത് അനലൈസ് ചെയ്യും. ഈ അനലൈസ് ചെയ്ത ഡാറ്റാസിനെ എന്ത് ചെയ്യും? നമ്മൾ റെക്കോർഡ് ആക്കിയിട്ട് വെക്കും. അതായത് എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് recording of financial transactions in orderly manner soon after their occurrence in a proper book of accounts. നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ സെക്ഷൻസ് ഉണ്ടാകും. എങ്ങനെയാണ് നമ്മൾ ഡാറ്റാസിനെ ബുക്ക് കീപ്പ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ഓർഡർലി മാനറിലാണ്, അല്ലാതെ ഇവിടുന്ന് റാൻഡായിട്ട് നമ്മൾ ഡാറ്റാസിനെ എടുത്തിട്ടല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ഓർഡർലി മാനറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഡാറ്റാസിനെ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നതാണ് ക്ലാസിഫൈങ് എന്നുള്ളത്. അതായത് നമ്മൾ ഈ എടുത്തിട്ടുള്ള ഡാറ്റാസ് ഉണ്ടല്ലോ, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസിനെ ക്ലാസിഫൈ ചെയ്യും. ആ ഡാറ്റയുടെ സൈസ് നോക്കും, ടൈപ്പ് നോക്കും, പേർപ്പസ് നോക്കും. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ലെഡ്ജർ ആക്കിയിട്ട് വെക്കും. ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ഫോർമാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്ത് വെക്കും.
ഇനി അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് റെക്കോർഡ് ഡാറ്റ. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യാണ്. സോ ആസ് ടു അക്യുമുലേറ്റ് ദി ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ ടൈപ്സ് അറ്റ് വൺ പ്ലേസ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ബാങ്കിലോട്ട് കൊടുക്കാനുള്ള ക്യാഷ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു ലെഡ്ജറിൽ നമ്മൾ കീപ്പ് ചെയ്യും. ഇനി വെറും പർച്ചേസിങ്ങിന് മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എന്താണ്? അത് വേറെ ഒരു ലെഡ്ജറിൽ വെക്കും. നമുക്ക് പ്രോഫിറ്റ് മാത്രം തരുന്നതാണെങ്കിൽ എന്താണ്? ഒന്നിൽ വെക്കും. ലോസ് മാത്രം തരുന്നതാണെങ്കിൽ എന്താണ്? മറ്റൊന്നിൽ വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഡാറ്റാസിനെ, ഓരോ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റനെ എന്ത് ചെയ്യും? ഓരോ ബുക്കിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. This function is performed by maintaining the ledger in which accounts are open to which related transactions are posted. ഇത് എന്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്? സിമിലർ ടൈപ്പ് ഓഫ് ഡാറ്റാസിൽ മാത്രമാണ് എന്ത് ചെയ്യുക? അക്കൗണ്ട്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റാസിനെ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത ഡാറ്റാസിനെ നമ്മൾ റെക്കോർഡിക്കലാക്കിയിട്ട് വെക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് എന്താണ്? ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റാസിനെ വീണ്ടും അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊക്കെയാണ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് നോക്കിയിട്ട് ആ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യും? പെർട്ടിക്കുലർ ലെഡ്ജർ ചെയ്ത് വെക്കുന്നതാണ്. ഇനി തേർഡ് പോയിന്റ് വരുന്നതാണ് സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ദി ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ എ മാനർ ടു യൂസ്ഫുൾ ടു ദി യൂസേഴ്സ്. അതായത് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്ത ഡാറ്റാസിൻ്റെ ഒരു ഫോളോ അപ്പ് എടുക്കും. അതായത് പ്രിപ്പയർ ചെയ്യാണ്. ഇത്രയാണ് നമുക്ക് ലോസ് വന്നിട്ടുള്ളത്, ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ പ്രോഫിറ്റിനെ ലോസിനെ എങ്ങനെ പ്രോഫിറ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും? എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ലോസ് വന്നിട്ടുള്ളത്? ആ ഒരു പ്രശ്നത്തിന് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്തതിന് ശേഷം സമ്മറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. This functions involves the preparations of financial statement such as income statement, balance sheet, statement of changes in financial position, statement of cash flow, statement of value added. അതായത് സമ്മറൈസേഷൻസിൽ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മളെ വരവിൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. ഇനി ബാലൻസ് ഷീറ്റ് നോക്കും. ബാലൻസ് ഷീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഒരു കമ്പനിയിൽ എന്തൊക്കെയാണ് ഓൺ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഓഫ് ചെയ്യുന്നത്. ഓഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഫിക്സ്ഡ് അസറ്റ്, എന്തൊക്കെയാണ് ലോങ് ടേം ലയബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? നമ്മൾ നോക്കും. അതാണ് സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇനി ഇന്റർപ്രറ്റ് ചെയ്യുക. Nowadays, the foresight three functions are performed by electronic data processing devices, and the accountant has to concentrate mainly on interpretation aspects of accounting. Recording ആവട്ടെ, ക്ലാസിഫയിങ് ആകട്ടെ, സമ്മറൈസിങ് ആവട്ടെ, ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് മൂന്നും പെർഫോം ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഏർലിയർ ഡേയ്സ്, അതായത് ഓൾഡൻ ഡേയ്സിൽ അല്ലെങ്കിൽ ആൻഷ്യൻ ടൈമിൽ എന്താണ്? നമ്മൾ ഫുള്ള് മാനുവലി ചെയ്ത് വെക്കുകയാണ് ചെയ്തിരുന്നത്. The accountant should interpret the statement in a manner useful to action. എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റണം. അതായത് ലോസ് ആണ് അവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ലോസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പ്രോഫിറ്റ് ആക്കാൻ പറ്റണം എന്നുള്ളൊരു തരത്തിലുള്ള ഒരു ചേഞ്ച് ആണ് നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടത്. ദി അക്കൗണ്ടന്റ് ഷുഡ് നോട്ട് എക്സ്പ്ലെയിൻ വാട്ട് ഹാസ് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിലല്ല അക്കൗണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു, വൈ ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് വാട്ട് ലൈക്ലി ടു ഹാപ്പൻ അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻ. എന്തൊക്കെ കണ്ടീഷൻസിലാണ് ഇത് നടന്നിട്ടുള്ളത്? അപ്പോൾ എന്തൊക്കെയാണ് 4 ആട്രിബ്യൂട്ട്സ് വരുന്നത്? റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. ഇനി എന്താണ് അക്കൗണ്ട്സിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. നമ്മൾ 2 തരത്തിലാണ് അക്കൗണ്ട്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ദി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് അക്കൗണ്ട്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാകട്ടെ, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാകട്ടെ, സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നതാകട്ടെ, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നതാകട്ടെ, ഇതൊരു ആർട്ട് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ദി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്സ് has defined the financial accounting as the art of recording,
classifying and summarizing in as significant manner in terms of money transactions. എങ്ങനെയാണ് മണി ട്രാൻസാക്ഷൻസിൻ്റെ ബേസിസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. ആൻഡ് ഇവൻറ്റ്സ് ഇൻ വിച്ച് പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു മണി ബേസിസിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതാണ് ഒരു ഡെഫിനിഷൻ വരുന്നത്. ഇനി സെക്കൻഡ് ഡെഫിനിഷൻ വരുന്നത് എന്താണ്? അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ ഡിഫൈൻസ് അക്കൗണ്ടിംഗ് ആസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇക്കോണമിക് information to permit informed judgment and decision by the users of informations. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? അമേരിക്കൻ അസോസിയേഷൻ, അക്കൗണ്ടിംഗ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാലും അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ് വരുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മെഷർ ചെയ്യും. മെഷർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അളക്കുക എന്ന് പറയാം നമുക്ക് മലയാളത്തിൽ. എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് മെഷർ ചെയ്യും. മെഷർ ചെയ്തതിന് ശേഷം ഈ ഓരോ ഇക്കോണമിക് ഇൻഫർമേഷൻസിനെയും, അതായത് സാമ്പത്തിക ഇടപാടുകളെയും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെതായിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്തി ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് സെക്കൻഡ് ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ ആരാണ് ഡിഫൈൻ ചെയ്യുന്നത്? ദി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ആണ് ഫസ്റ്റ് ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സെക്കൻഡ് ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്യുന്നത് അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ ആണ് സെക്കൻഡ് ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ്. നമുക്ക് 5 ബ്രാഞ്ചാണ് അക്കൗണ്ടിങ്ങിന് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഒരു ഫേമിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ റെക്കോർഡ് ചെയ്ത് വെച്ച ട്രാൻസാക്ഷൻസിന് നമ്മൾ ഒരു ട്രയൽ ബാലൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ഇനി സെക്കൻഡ് ആയിട്ട് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് ഓരോ യൂണിറ്റ് കോസ്റ്റിനായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. യൂണിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് സർവീസ് പർച്ചേസ് ചെയ്തു. ചിലപ്പോൾ എന്തെങ്കിലും റെന്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ എന്താണ്? ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് വരും, ഒരു വില വരുമല്ലോ എല്ലാ കാര്യത്തിനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇത് എങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, ഇനി എന്തൊക്കെ ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ഒരു ബ്രാഞ്ച് വരുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ബ്രാഞ്ച് വരുന്നത്. തേർഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തിനാണ്? നമുക്ക് മാനേജേഴ്സിന് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം. വേണ്ടേ? ഫേമിൽ എന്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാലും അതൊക്കെ നമ്മൾ ആരറിയിക്കണം? മാനേജ്മെന്റിനെ അറിയിക്കണം. മാനേജ്മെന്റ് അതെന്താ ചെയ്യുക? മാനേജ്മെന്റ് നേരെ ആരറിയിക്കും? ഓണേഴ്സിനെ അറിയിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നൊരു ബ്രാഞ്ച് എന്താണ്? അനിവാര്യമാണ്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഫണ്ടാകാം, എന്തെങ്കിലും ഫണ്ടാകാം, കോസ്റ്റ് ആകാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആകാം, ലോസ് ആകാം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും എന്ത് ചെയ്യും? അനലൈസ് ചെയ്തതിന് ശേഷം അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും. അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വണ്ണിൽ വരുന്നതാണ് ടാക്സ് അക്കൗണ്ടിങ്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് മണി ഫ്രം പീപ്പിൾ. ആരുടെ നിന്നാണ് കമ്പൽസറി ആയിട്ട് മണി എടുക്കുന്നത്? പീപ്പിളിന്റെ കയ്യിൽ നിന്ന്. ആരാണ് എടുക്കുന്നത്? ഗവൺമെന്റ് അല്ലെ? അപ്പോൾ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് ദി മണി ഫ്രം ദ പീപ്പിൾ ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ഒരു നിശ്ചിത തുക ഓരോ പൗരന്റെ അടുത്തുനിന്നും എടുക്കുന്നതാണ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സിനെ നമ്മൾ എന്തായിട്ട് മാറ്റിയിട്ടുണ്ട്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളൊരു ഫേം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ടാക്സ് പേ ചെയ്യണം. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സും വരും, ഇൻഡയറക്റ്റ് ടാക്സും വരും. അപ്പോൾ ഈ ടാക്സസിന്റെ അക്കൗണ്ടിങ്സ് നമുക്ക് അറിയണം. ഇതെല്ലതും ലാസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്തറിയാൻ പറ്റുക? നമ്മുടെ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് അറിയാൻ പറ്റുക. അപ്പോൾ ഇവിടെ എന്ത് ആവശ്യമാണ്? ടാക്സ് അക്കൗണ്ടിങ് ആവശ്യമാണ്. ഇനി ഫിഫ്ത്ത് വരുന്നതാണ് സോഷ്യൽ അക്കൗണ്ടിങ്. സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പൊ ഏതൊരു ഫേം റൺ ചെയ്യുകയാണെങ്കിലും ആ ഒരു ഫേം ഇങ്ങനെ എയിം ചെയ്തിട്ടുണ്ടാകും, ഓക്കെ ഇത്ര amount നമ്മൾ നമ്മുടെ പ്രോഫിറ്റിന് പാലിയേറ്റീവ് കെയർക്ക് കൊടുക്കും.
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർക്കെങ്കിലും വീടില്ല എന്നാണെങ്കിൽ നമ്മൾ വർഷാവർഷം ഒരു വീടോ 2 വീടോ വെച്ച് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പേർപ്പസിന് ലൈക്ക് ഇപ്പോൾ ICT ITC നമ്മൾ ഈ ക്ലാസ്മേറ്റ്സിന്റെ ബുക്കിലൊക്കെ കാണാൻ പറ്റില്ല. നമുക്ക് നമ്മൾ ഓരോ ബുക്ക് വാങ്ങുന്ന സമയത്തും ഓരോ ക്ലാസ്മേറ്റിന്റെ ബുക്ക് മേടിക്കുമ്പോൾ 1 രൂപ വെച്ചിട്ട് എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് ITC എന്ത് ചെയ്യുന്നുണ്ട്, ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതുപോലെ എന്ത് ചെയ്യും, ഓരോ ഫേമിനും ഓരോ പ്ലാൻ അല്ലെങ്കിൽ അജണ്ട ഉണ്ടാകും. ഇങ്ങനെ സോഷ്യലി നമുക്ക് ഡൊണേറ്റ് ചെയ്യണം, നമ്മുടെ കോമൺ പീപ്പിളുടെ വെൽഫെയറിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് എന്ത് സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് മീൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 5 ബ്രാഞ്ചസ് ആണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സെക്കൻഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്, തേർഡ് വൺ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഫോർത്ത് വൺ ടാക്സ് അക്കൗണ്ടിങ് ആൻഡ് ഫിഫ്ത്ത് വൺ സോഷ്യൽ അക്കൗണ്ടിങ്. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് എന്ത് പറയുകയാണെങ്കിലും കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കൊക്കെ ക്ലിയർ ആണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നതാണ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് എന്നുള്ളത്. സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഫേം റൺ ചെയ്യുന്ന സമയത്ത് അവിടെ നടന്നിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്തിട്ട് ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെ പറയുന്നതാണ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് വരുന്നതാണ് ഫെസിലിറ്റേറ്റിംഗ് റേഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഈ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെക്കോർഡ് ചെയ്ത ഡാറ്റനെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കും. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ബാലൻസ് ഷീറ്റ് ത്രൂ നമുക്ക് മനസ്സിലാക്കാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ത്രൂ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കൂടുതൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. ഇനി ലീഗൽ കോംപ്ലിയൻസസ്. ലീഗൽ കോംപ്ലിയൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പീപ്പിൾ ടു ഫേം ആയാലും ഫേം ടു പീപ്പിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആര് സെറ്റ് ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ ഗവൺമെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കാലം മുന്നേ ഒരു ഇന്ദുലേഖ എന്ന് പറയുന്ന സോപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. അവരുടെ പരസ്യം ഇങ്ങനെയായിരുന്നു, ലൈക്ക് അവരെ സോപ്പ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫെയർ ആകുന്നില്ല. അങ്ങനെ ഒരു കസ്റ്റമർ എന്ത് ചെയ്തു, വർഷങ്ങളോളം അവരുടെ എന്ത് ചെയ്തു, സോപ്പ് മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇയാൾക്ക് അയാളെ സ്കിൻ കളറിൽ വലിയ ചേഞ്ച് ഒന്നും കാണാൻ പറ്റില്ല. അയാൾ എന്ത് ചെയ്തു, നേരെ പോയിട്ട് ഈ ഒരു സോപ്പ് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ജനങ്ങൾക്ക് നൽകുന്നത്, അവര് നമ്മളെ ജനങ്ങളെ വെറുതെ പറ്റിക്കുകയാണെന്നുള്ള രീതിയിൽ കേസ് ഫയൽ ചെയ്തു. അപ്പൊ കമ്പനി എന്ത് ചെയ്യേണ്ടി വന്നു, അതായത് ഈ സോപ്പ് കമ്പനി എന്ത് ചെയ്യേണ്ടി വന്നു, ഇവർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അത് ആണ് എന്ത്, ഫേം ടു പീപ്പിൾ എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി എന്താ പറയുക, പീപ്പിൾ ടു ഫേം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതാണ് ലീഗൽ കോംപ്ലിയൻസസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ബിസിനസ് അസെറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പലതരത്തിലുള്ള അസെറ്റ്സ് വരുന്നുണ്ട്. എന്താ പറയുക, ലോങ് ടേം അസെറ്റ്സ് ഉണ്ടാകും, അല്ലാതെ കുറച്ചു കാലത്തിന് വരുന്ന അസെറ്റ്സ് ഉണ്ടാകും. ഇങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് എന്താണ് നമ്മുടെ ബിസിനസ്സിൽ വരുന്നുണ്ട്. അക്കൗണ്ടിങ് നോട്ട് ഓൺലി കീപ്സ് റെക്കോർഡ്സ് ഓഫ് ഓൾ ബിസിനസ് അസെറ്റ്സ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ് അസെറ്റ്സിന് മാത്രമല്ല റെക്കോർഡ് ചെയ്തു വെക്കുന്നത്, ബട്ട് ഓൾസോ എൻഷുവേഴ്സ് നോ ആൻഡ് ഓതറൈസ്ഡ് യൂസ് ഓഫ് അസെറ്റ്സ് ഓർ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു എന്റർപ്രൈസ്. അതായത് നമ്മുടെ കമ്പനിയുടെ സാധനങ്ങൾ മറ്റ് ആൾക്കാർ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി ആര് ഉറപ്പുവരുത്തുന്നതാണ്, അക്കൗണ്ടിങ് ഉറപ്പുവരുത്തുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നവരാണ്. ലാപ്ടോപ്പ് ആവട്ടെ, ഡെസ്ക്ടോപ്പ് ആവട്ടെ, അങ്ങനെ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നവരാണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ പേ ചെയ്ത് എടുക്കുന്നത് വളരെ കുറവാണ്. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ പേയ്മെന്റിലൂടെ ഓരോ സോഫ്റ്റ്വെയർസ് എടുക്കുന്നത്. ബാക്കി എല്ലാവരും എന്താ ചെയ്യുക, പെർട്ടിക്കുലർ സൈറ്റ്സിൽ പോകും, സോഫ്റ്റ്വെയറിനെ ക്രാക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ എന്താണ്, അൺഓതറൈസ്ഡ് ആണ്. ഇതെന്താണ്, ഈ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിട്ടുള്ള കമ്പനീസിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പീപ്പിളിനെ എതിരായിട്ട് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അതാണ്. അപ്പൊ അവരെന്താണ്, അതിനനുസരിച്ചിട്ട് അവരുടെ ഓരോ സോഫ്റ്റ്വെയർസിനെയും എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഏത് പൂട്ടും പൊട്ടിക്കാൻ പറ്റുന്ന കള്ളന്മാർ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് ഓൾറെഡി നമ്മളെ അസെറ്റ്സിനെ, ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ അസെറ്റ് ആണല്ലോ, അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇത് പ്രൊട്ടക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മളെ അക്കൗണ്ടിങ്ങിൽ
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വന്നിട്ടുള്ളത് എന്ന് നോക്കും. ഈ പ്രോഫിറ്റും ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മളെ ഇൻകം ആണ്, എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചെലവാണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി, നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇനി ലാസ്റ്റ് വരുന്ന പോയിന്റ് ആണ് ascertaining the profitability, liquidity and solvency of entity. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യും, ലിക്വിഡിറ്റി ചെക്ക് ചെയ്യും, സോൾവൻസി ചെക്ക് ചെയ്യും. നമുക്ക് എന്താണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം നോക്കുക. ഇനി എന്താണ് സോൾവൻസി, അതുപോലെ തന്നെ ലിക്വിഡിറ്റി എന്നുള്ളത് റെഫർ ചെയ്യുന്നത് നോക്കിയാൽ, സോൾവൻസി റെഫേഴ്സ് ടു എന്റർപ്രൈസ് കപ്പാസിറ്റി ടു മീറ്റ് ലോങ് ടേം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്. ഇപ്പോൾ നമ്മളെ കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകും. ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, നമുക്ക് അവരൊരു ഷെയർ നമ്മുടെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി എൻഡപ്പ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ഒരിക്കലും ആരും ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്ര പെർട്ടിക്കുലർ ഇയറിൽ നമ്മൾ റൺ ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനീൻ്റെ എൻഡപ്പ് ആണ് എന്നുള്ളതായിട്ടല്ല റൺ ചെയ്യുന്നത്. എത്രത്തോളം നമ്മുടെ കമ്പനീനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഏതൊരു ഫേമായാലും റൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫേം റൺ ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകുമല്ലോ നമ്മുടെ കമ്പനിക്ക്. അപ്പോൾ ഈ കമ്പനിക്ക് എന്താണ്, ഓരോ ആൾക്കാരും ഇത്ര ഷെയർ കൊടുത്തിട്ടുണ്ടാകും ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് എന്താണ്, അവരുടെ പ്രോഫിറ്റിന് ഒരു പെർസെൻറ്റേജ് ഓഫ് amount ആർക്ക് കൊടുക്കും? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അത് കമ്പനി എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം കൊടുക്കേണ്ടതാണ്. അപ്പൊ അതെന്താണ്? അതൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ആരായിട്ട് വരുന്ന കമ്മിറ്റ്മെന്റ് ആണ്? ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ പല തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സും വരാം. ഇനി ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, ഫേമിൽ പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അപ്പൊ കമ്പനിയുടെ എന്തെങ്കിലും ഒരു അസറ്റ്സിനെ എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് റേസ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കമ്പനിയിലുള്ള കുറച്ച് അസറ്റ്സ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലേബർ ആയിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ എന്തെങ്കിലും റൂമൊക്കെ വേക്കൻ്റ് ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് റെന്റ് ചെയ്യാം. പുറമെല്ലാ ആൾക്കാർക്ക് റെന്റിന് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു തിരിമറി നടത്തിയിട്ട് എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് ടേം വേണ്ടിയിട്ട് ഫണ്ടിനെ റേസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ലിക്വിഡിറ്റി എന്നുള്ളത്. അപ്പോൾ ഇവിടെ സർട്ടൈനിങ് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി എന്ന് മീൻ ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, ഒരു കമ്പനിയുടെ ലോസ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റും ലോസും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കമ്പനീനെ എങ്ങനെ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്തിട്ട് പ്രോഫിറ്റിൽ ഒന്നും കൂടി പ്രോഫിറ്റിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ്, സെക്കൻഡ് വരുന്നതാണ് ഫെസിലിറ്റേറ്റിംഗ് റേഷണൽ ഡിസിഷൻ മേക്കിംഗ്, ലീഗൽ കോംപ്ലിയൻസസ്, പ്രൊട്ടക്ഷൻ ഓഫ് ബിസിനസ് അസറ്റ്സ്, determinations of profit or loss, ascertaining the profitability, liquidity, solvency of the entity. ഇത്രയും ടോപ്പിക്സ് ആണ്, അല്ലെ ഇത്രയും പോയിന്റ്സ് ആണ് എന്തിൽ വരുന്നത്? ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഒരു ഫേമിൽ രണ്ട് തരത്തിലുള്ള യൂസേഴ്സ് ആണ് വരുന്നത്. ഒന്ന് എക്സ്റ്റേണൽ യൂസേഴ്സും രണ്ടാമതായിട്ട് വരുന്നത് ഇന്റേണൽ യൂസേഴ്സും. എക്സ്റ്റേണൽ യൂസേഴ്സ് ആർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ഇൻഡിവിജ്വൽസ് ഹു ഇൻവെസ്റ്റ് മണി ആർ ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മളെ കമ്പനിയിലുള്ള കമ്പനിയുടെ പുറമെ വരുന്ന യൂസേഴ്സിനെ പറയുന്നതാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ഒക്കെ. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നതാണ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ പ്രീവിയസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു കമ്പനി റൺ ചെയ്യുന്നത് ഫിനാൻഷ്യലി സേഫ് സോണിലാണോ എന്ന് നോക്കും. ഫിനാൻഷ്യലി ഇവർ സേഫ് സോണിലാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇവരൊരു എമൗണ്ട് പ്രപ്പോസ് ചെയ്യും. ഓക്കെ, ഞങ്ങൾ ഷെയർ ഹോൾഡറായിട്ട് നിങ്ങളെ കമ്പനിയിലോട്ട് വരാം, ഇത്ര എമൗണ്ട് നമ്മൾ ഷെയർ ചെയ്യാം, അപ്പോൾ ഇതിന്ന് ഞങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻകം മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ബേസിസിൽ നമുക്ക് കിട്ടണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി എന്ത് ചെയ്യും? എഗ്രി ചെയ്യും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും? ഇയർലി ബേസിസിലോ വീക്ക് ബേസിസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലോ ഒക്കെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. ഈ കൊടുക്കുന്നത് എന്തിനാ? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറിയാൻ, ഇവർക്ക് എത്രത്തോളം ഉറപ്പ് വരുത്തണം നമ്മുടെ ഫേം റൺ ചെയ്യുന്നത് സേഫ് ആയിട്ടാണോ അല്ലയോ എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർക്ക് കൊടുക്കുന്നത്? ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെക്ക് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും, ലോസ് എന്താണെന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നാണെങ്കിൽ എന്ത് ചെയ്യുക, അവർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുള്ളതിൽ വേണമെങ്കിൽ അവർക്ക് ഡിസിഷൻ എടുക്കാം. അതിൽ അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സിൽ ഫസ്റ്റ് കാറ്റഗറി വരുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത്. ഇനി സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ്, അതായത് സെക്കൻഡ് മെമ്പറിൽ വരുന്നതാണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. ഇനി എന്താണ് ക്രെഡിറ്റേഴ്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സ്റ്റേണൽ യൂസേഴ്സിൽ സെക്കൻഡ് പോയിന്റ് വരുന്നതാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു കമ്പനി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു എമൗണ്ട് നമുക്ക് വേണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വായ്പ എടുക്കും. വായ്പ എവിടെ എടുക്കുക? ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഈ മുത്തൂറ്റ് മിനി പോലെയുള്ള ഫൈനാൻസ് സെന്ററിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വായ്പ എടുക്കും. അങ്ങനെ നമുക്ക് ക്യാഷ് തരുന്ന ആൾക്കാരെ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ളതിന് നമുക്ക് വേറെ തരത്തിലും പറയാം. ഇപ്പോൾ നമ്മളെ ഒരു കമ്പനിയും ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. മാനുഫാക്ചറിങ് കമ്പനി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് വേണം അല്ലേ? മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രൈമറി സെക്ടറിലുള്ള കുറച്ച് റോ മെറ്റീരിയൽസ് ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൈമറി സെക്ടറിൽ പോയിട്ട് ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് അവരുടെ നിന്ന് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, എടുക്കുകയാണ്, താൽക്കാലികമായിട്ട് എടുക്കുകയാണ്. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു ഇൻസ്റ്റാൾമെന്റ് പോലെയൊക്കെ ആയിട്ടാകും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ എമൗണ്ട് ഇവർക്ക് സെറ്റിൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അറിയണം. ഈ ഫിനാൻഷ്യൽ കണ്ടീഷൻ അറിയണം എന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് ഇവർക്ക് പണം നൽകണം എന്നുണ്ടെങ്കിൽ എന്തുറപ്പിലാണ് അവർ നമുക്ക് പണം തരാം? ഒന്ന്, അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിങ്കിങ് ഷിപ്പായിട്ടുള്ള ഒരു ഫേം ആണെങ്കിൽ ഒരിക്കലും നമുക്ക് കുറേ പണം കിട്ടി നമ്മൾ ആ പണം വെറുതെ കളഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ എപ്പോഴും ഈ ക്രെഡിറ്റേഴ്സിന് നമ്മുടെ ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അറിയണം. ഈ അറിഞ്ഞതിന് ശേഷം ഈ ഒരു ഫേം ഫിനാൻഷ്യൽ സ്റ്റേബിളാണ്, ഫ്യൂച്ചറിലും ഫിനാൻഷ്യൽ സ്റ്റേബിളായിട്ട് റൺ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇവർ അഷ്വേർഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക? നമുക്ക് ക്രെഡിറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. ഇനി തേർഡ് പോയിന്റിൽ വരുന്നതാണ് മെമ്പേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ മെമ്പേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വരുന്നതാണ് സ്കൂൾസ്, കോളേജ്, ഹോസ്പിറ്റൽസ്, ക്ലബ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ എല്ലാവരും. അതായത് ഓരോ ഫേം റൺ ചെയ്യുന്ന സമയത്തും അവരെന്ത് ചെയ്തിട്ടുണ്ടാകും? നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ, അതായത് കമ്പനി പ്രോഫിറ്റിന് ഇത്ര വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിലൊരു എമൗണ്ട് ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട്, ഒരു എമൗണ്ട് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു എമൗണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട്, ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാകും. ഇതിൽ തന്നെ നമുക്ക് ഈ മെമ്പേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നത് നോക്കാം. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പീരിയോഡിക്കലായിട്ട് നമ്മുടെ ഒരു ഫേമിൽ നടക്കുന്ന എല്ലാ സെയിൽസ് ആയാലും എല്ലാ കാര്യങ്ങളും, നമ്മുടെ സെയിൽസ് ആവട്ടെ ഏർണിങ്സ് ആവട്ടെ ഓരോ പെർട്ടിക്കുലർ പീരീഡിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യും. ഇതെന്തിനാ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് എപ്പോഴും ടാക്സ് ഇമ്പോസ് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ് ലെവലിലായാലും സെൻട്രൽ ലെവലിലായാലും ഇവരെന്ത് ചെയ്യും? ടാക്സ് ഇമ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. Income tax returns are examples of financial report which are prepared with information taken directly from accounting record. Government also needs accounting information for compiling statistics concerned business, which in turn helps in compiling national accounts. അപ്പോൾ ഇവരെന്തിനാണ്? നമ്മുടെ ഇപ്പോൾ ടാക്സ് ഗവൺമെന്റിന് കിട്ടുമ്പോൾ എന്താണ്? അത് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെ കൺട്രിയുടെ ഇക്കോണമിയുടെ പ്രോഗ്രസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ഫേമിനും ഓരോ ഏർണിങ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇവർ ചെക്ക് ചെയ്യുന്നത്, ഓക്കെ നമ്മളെ കൺട്രിയിൽ ഇത്ര ഏർണിങ്സ് വരുന്നുണ്ട്, ടാക്സ് വഴി ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ നിന്ന് ഇത്ര ഏർണിങ്സ് കിട്ടുന്നുണ്ട്, അപ്പോൾ അത്ര ഹൈപ്പ് ഉണ്ടാകുന്നുണ്ട് നമ്മളെ ഇക്കോണമിയിൽ. ആ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് വരുന്നതാണ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. Consumers need accounting information for establishing good accounting control so that the cost of production may be reduced with the resultant reduction of prices of goods that they buy. Sometimes prices for some goods are fixed by government, so it needs accounting information to fix reasonable prices, so consumers and manufacturers are not exploited. Prices are fixed keeping in view fair return to manufacturers on their investment shown in accounting reports. ചില പ്രൊഡക്ട്സിന്
കമ്പനി മാനുഫാക്ചറിങ് കമ്പനീസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ടാഗ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ഈ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ എന്നുള്ള പോലെയുള്ള ജ്വല്ലറി ഐറ്റംസിനൊന്നും നമ്മുടെ കമ്പനി അല്ല എന്ത് ചെയ്യുന്നത്, പ്രൈസ് ടാഗ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ്, ചില പ്രൊഡക്ട്സിനൊക്കെ ആണെങ്കിൽ കമ്പനി പ്രൈസ് ടാഗ് ചെയ്യും. അല്ലാതെ ചിലതിനൊക്കെ എന്തായിട്ടാണ് വരുന്നത്, നമ്മളെ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ചില പ്രൊഡക്റ്റ്, ഗോൾഡ് പോലുള്ള പ്രൊഡക്റ്റിനൊക്കെ ഗവൺമെന്റ് ആണ് പ്രൈസ് ടാഗ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത് ആർക്ക് കാണിച്ചു കൊടുക്കണം, കൺസ്യൂമേഴ്സിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഒരിക്കലും ആരെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ മാനുഫാക്ചറേഴ്സിനെയോ അല്ലെങ്കിൽ ഫേമിനെയോ കുറ്റം പറയാൻ പറ്റില്ല. ഇനി റിസർച്ച് സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ പറയുക, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒരു മിറർ പോലെയാകണം. അതായത് എല്ലാതും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ കാണിക്കണം. ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമ്പനി ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റിലാണെന്ന് അറിയാൻ പറ്റും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുക, അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മളെ കമ്പനിക്ക് എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്സ് വരുന്നത്, എന്തൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ് വരുന്നത്, ലോങ് ടേം ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, ഏത് വഴിയിലൂടെയൊക്കെയാണ് ഫണ്ട് വരുന്നത്, ഏത് വഴിയിലൂടെയൊക്കെയാണ് ഫണ്ട് ചാനലൈസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ആരാണ് ചെക്ക് ചെയ്യുന്നത്, റിസർച്ച് സ്കോളേഴ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ അടങ്ങിയിട്ടുള്ള യൂസേഴ്സിനെ പറയുന്നതാണ് ഇന്റേണൽ യൂസേഴ്സ് എന്നുള്ളത്. ഇതിൽ വരുന്നതാണ് ഓണേഴ്സ് വരും, അതുപോലെ തന്നെ മാനേജ്മെന്റ് വരും, ആൻഡ് സോ ഓൺ. അപ്പോൾ ഓണേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡ്സ് ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യും. ഈ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്, അവിടെ നടക്കുന്ന എല്ലാ പ്രോഫിറ്റും ലോസും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ക്യാഷ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആര് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യുന്നത്, ഓണേഴ്സ് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ യൂസേഴ്സ് ആണ് മാനേജ്മെന്റ്. അപ്പോൾ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്താണ്, മാനേജ്മെന്റ് ഇവർ ഓരോ ഡ്യൂട്ടീസും സബ് ഡിവൈഡ് ചെയ്തിട്ട് എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ടാകും. ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയിക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാകും, നമ്മുടെ മാനേജ്മെന്റ് ആകും. അപ്പോൾ നമ്മുടെ മാനേജ്മെന്റിന്റെ സബോർഡിനേറ്റ്സ് ആണ് ആര്, എംപ്ലോയീസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് എയ്ഡ് ഇൻ റെസ്പെക്ട് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദി മാനേജേഴ്സ് ടു അപ്രൈസ് ദി പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സ്. നമ്മളെ ഇങ്ങനെ സബോർഡിനേറ്റ്സിനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഒരു ഫേമിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കുള്ള ഒരു ഈസിനെസ് എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു മാനേജറാണ്. അപ്പോൾ ആ ഒരു മാനേജറിനെ, ആ ഒരു ഗ്രൂപ്പിനെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അവിടെ വന്നിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ആർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ മാനേജറിന് അറിയാൻ പറ്റും. അപ്പോൾ ഇതും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ സെക്കൻഡ് ഇന്റേണൽ യൂസേഴ്സും വരുന്നത്, അതായത് മാനേജ്മെന്റ് ആയാലും വരുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് പറയുന്നതാണ് ദി ഐസ് ആൻഡ് ഇയേഴ്സ് ടു മാനേജ്മെന്റ്. ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് പറയുന്നതാണ് ദി ഐസ് ആൻഡ് ഇയേഴ്സ് ടു മാനേജ്മെന്റ്. ഫൈനൽ ഇന്റേണൽ യൂസർ എന്ന് പറയുന്നത് എംപ്ലോയി ആണ്. നമ്മുടെ എംപ്ലോയീസ് എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു റെക്കോർഡ്സിനെ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യും. അതായത് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ള പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഇവർക്ക് അറിയണം. ഇവരറിയുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഫേമിന് ഒരു പ്രോഫിറ്റ് ഉണ്ട് എന്നാണെങ്കിൽ ഇവരുടെ സാലറിയിൽ, ബേസിക് സാലറിയിൽ നിന്ന് പുറമെ ഇവർക്ക് എന്തുണ്ടാകും, ഒരു ഇൻസെൻറ്റീവ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ബോണസ് ഉണ്ടാകും. ഇൻസെൻറ്റീവ് ആയാലും ബോണസ് ആയാലും മീൻ ചെയ്യുന്നത് സെയിം ആണ്. അപ്പോൾ ഇത് ആർക്ക് അറിയേണ്ടതുണ്ട്, നമ്മുടെ എംപ്ലോയിക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സിൽ ആരൊക്കെയാണ് വരുന്നത്, എംപ്ലോയീസ് വരുന്നുണ്ട്, മാനേജ്മെന്റ് വരുന്നുണ്ട്, ഓണേഴ്സ് വരുന്നുണ്ട്. ഈ 3 പോയിന്റ് ആണ് എന്തിൽ വരുന്നത്, ഇന്റേണൽ യൂസേഴ്സിൽ വരുന്നത്. ഇനി അടുത്തത് നോക്കാനുള്ളത് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് പ്രോസസ്, ഒരു ഫേമിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് സർട്ടൻ പ്രോസസ്സിലൂടെയാണ്. ഒരു 9 പ്രോസസ്സ് വരുന്നുണ്ട് നമുക്ക് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിൽ ഫസ്റ്റ് വരുന്ന പ്രോസസ്സാണ് കളക്ടിങ് ആൻഡ് അനാലിസിസിങ് ഡോക്യുമെന്റ്. രണ്ടാമത് വരുന്നതാണ് പോസ്റ്റിംഗ് ഇൻ ജേർണൽസ്. തേർഡ് പോയിന്റ് ഇസ് ലെഡ്ജർ അക്കൗണ്ട്. നാലാമതായിട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്, ട്രയൽ ബാലൻസ്. ആൻഡ് ഫിഫ്ത്ത് പ്രോസസ്സ് ഇസ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. സിക്സ്ത്തിൽ വരുന്നതാണ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. സെവൻത്തിൽ വരുന്നത് എന്താണ്, പ്രിപ്പറേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ആൻഡ് എയ്ത്ത് വരുന്നതാണ് പോസ്റ്റ് ക്ലോസിംഗ് എൻട്രീസ്. ആൻഡ് ഫൈനലായിട്ട് വരുന്നതാണ് പോസ്റ്റ് ക്ലോസിംഗ് ട്രയൽ ബാലൻസ്. വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ
അതൊരു ഇയർ കടന്നു വരുന്ന സമയത്ത് വീണ്ടും ഈ ഒരു പ്രോസസ്സിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അക്കൗണ്ടിങ്ങിൽ വരുന്ന ഫസ്റ്റ് പ്രോസസ്സാണ് കളക്ടിങ് ആൻഡ് അനലൈസിങ് അക്കൗണ്ടിങ് ഡോക്യുമെന്റ്സ്. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ഫേമിൽ നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം എന്താണ്? ഡോക്യുമെന്റ് ചെയ്യും. ഈ അനലൈസ് ചെയ്യുന്ന ഡാറ്റാസ് ഏതൊക്കെ ഫോമിലാകാം? ചിലപ്പോൾ എന്തെങ്കിലും ക്യാഷ് ആകാം, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഫേമിൽ നടന്നിട്ടുള്ള സെയിൽസ് ആകാം, പർച്ചേസ് ആകാം. ഇങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഏതിൽ? കളക്ടിങ് ആൻഡ് അനലൈസിങ് അക്കൗണ്ടിങ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നതിൽ. ഇനി സെക്കൻഡ് പ്രോസസ്സിൽ വരുന്നതാണ് പോസ്റ്റിംഗ് ഇൻ ജേർണൽസ്. ഇപ്പോൾ നമുക്ക് കുറേ ഡാറ്റാസ് നമ്മൾ റെക്കോർഡുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ജേർണലാക്കിയിട്ട് മാറ്റാം. ഇപ്പോൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള അതായത് ബാങ്കിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ എത്ര ബാങ്കിൽ നിന്ന് എത്ര എമൗണ്ട് എടുത്തിട്ടുണ്ട്, അങ്ങനെ ബാങ്കിൽ നിന്ന് എടുത്തത് മാത്രം ഒരു ജേർണലാക്കിയിട്ട് വെക്കും. ഇനി പർച്ചേസ് നടത്തിയത് മാത്രം മറ്റൊരു ജേർണലാക്കിയിട്ട് വെക്കും. സെയിൽസ് നടന്നത് മാത്രം വേറൊരു ജേർണലാക്കിയിട്ട് വെക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളെയും ഓരോ ജേർണലാക്കി വെക്കുന്നതിനെ പറയുന്നതാണ് പോസ്റ്റിംഗ് ഇൻ ജേർണൽസ്. അതും എന്താണ്? ഒരു തരത്തിലുള്ള ഡാറ്റ എൻട്രി തന്നെയാണ്. ഇനി അടുത്തത് വരുന്നതാണ് പോസ്റ്റിംഗ് ഇൻ ലെഡ്ജർ അക്കൗണ്ട്. അതാണ് തേർഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഓൾ above accounts effect through journal entries are posted in ledger. A ledger is simply collection of all accounts. Usually this is also continuous process for whole accounting period. ഇനി ലെഡ്ജറിൽ നമ്മൾ അക്കൗണ്ട്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് നടത്തിയിട്ടുള്ളത് ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ലെഡ്ജർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഓരോ ലെഡ്ജറിനെയും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? അക്കൗണ്ടിങ് ചെയ്യാണ്. ഈ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റുക? നമ്മൾ എത്ര പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്, എത്ര ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, എത്ര ഡെബിറ്റ് ആയിട്ടുണ്ട്. ഇതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ലെഡ്ജർ ചെയ്ത് വെക്കുന്നത്. ഇനി ഫോർത്ത് പ്രോസസ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻസ് ഓഫ് ട്രയൽ ബാലൻസ്. അതായത് ആസ് എ നെയിം സജസ്റ്റ്, ട്രയൽ ബാലൻസ് is a summary of balances of ledger accounts irrespective of whether they carry debit balance or credit balance. Since we follow double entry systems of accounts, the total of all debit and credit balance as appeared is trial balance remains equal. Usually you need to prepare trial balance at the end of the said accounting period. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ലെഡ്ജർ ഉണ്ടല്ലോ, തേർഡ് പ്രോസസ്സിൽ ചെയ്തിട്ടുള്ള ലെഡ്ജർ, അതാണ് തേർഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലെഡ്ജർ ചെയ്ത് വെച്ചതിൽ നിന്ന് നമ്മൾ ട്രയൽ ബാലൻസ് ചെയ്യും. ട്രയൽ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ട്രയൽ ബാലൻസ് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണ് ഓൺ ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ഓഫ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പ്രിപ്പറേഷൻസ് ഓഫ് ട്രയൽ ബാലൻസ് എന്ന് മീൻ ചെയ്യുന്നത്. പോസ്റ്റിംഗ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. നമ്മൾ ഫിഫ്ത്ത് പ്രോസസ്സ് എന്താണ് വരുന്നത്? പോസ്റ്റിംഗ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ്. ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തിട്ടുള്ളത്? ഡാറ്റാസിനെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത ഡാറ്റാസിനെ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത ഡാറ്റാസിനെ നമ്മൾ ജേർണൽസിൽ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ലെഡ്ജർ ചെയ്യും. എന്നിട്ട് ട്രയൽ ബാലൻസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ റവന്യൂ എന്താണ്, എക്സ്പെൻസ് എന്താണ്, അസറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫിഫ്ത്ത് പ്രോസസ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സിക്സ്ത് process is adjusted trial balance. Adjusted trial balance is a platform to prepare the financial statement of a company. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി സെവൻത്ത് പ്രോസസ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിന്റെ ഇൻകം എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യുക? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിലൂടെ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിലൂടെ, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാൻ പറ്റുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രയൽ ബാലൻസ് വി പുട്ട് ഓൾ ഇൻഫർമേഷൻ ഇൻ ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ട്രയൽ ബാലൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ കമ്പനി ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യോ അതോ പൊട്ടിപ്പാളീസ് ആകുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
ഇനി 8th പോയിന്റ് വരുന്നതാണ് പോസ്റ്റ് ക്ലോസിംഗ് എൻട്രീസ്. പോസ്റ്റ് ക്ലോസിംഗ് എൻട്രീസ് മീൻസ് all the different accounts of revenue and expenditure of the firm are transferred to the trading and profit and loss account. With the result of these entries, the balance of all income and expenditure accounts come to nil. The net balance of entries represent the profit or loss of the company which is finally transferred into owner's equity or capital. നമ്മൾ എല്ലാ അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പെൻഡിച്ചർ ഇൻകം നോക്കി എക്സ്പെൻഡിച്ചർ നോക്കി എല്ലാതും കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് എല്ലാതും തീർത്തു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമുക്കൊരു നെറ്റ് ബാലൻസ് കിട്ടും. ഈ നെറ്റ് ബാലൻസ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കമ്പനിയുടെ ഓണറിന്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ആ ഒരു എമൗണ്ട് പിന്നെ അതായത് മാനേജേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടാവും, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് എംപ്ലോയീസ്, അങ്ങനെ കൊടുക്കാനുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്ത് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നെറ്റ് ബാലൻസ് വരും. ആ ഒരു നെറ്റ് ബാലൻസ് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? അത് കമ്പനി ഓണറിനാണ് കൊടുക്കുന്നത്. ഇനി ഫൈനൽ ആയിട്ട് വരുന്ന പോയിന്റ് എന്താണ്? പോസ്റ്റ് ക്ലോസിംഗ് ട്രയൽ ബാലൻസ്. പോസ്റ്റ് ക്ലോസിംഗ് ട്രയൽ ബാലൻസ് മീൻ ചെയ്യുന്നത് എന്താണ്? Represents the balances of assets, liabilities and capital account. These balances are transferred to next year as an opening balance. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വർഷത്തെ എല്ലാ പേയ്മെന്റും ചെയ്തു. എംപ്ലോയീസിൻ്റെതാകട്ടെ, മാനേജ്മെന്റിൻ്റെതാകട്ടെ, ഇൻവെസ്റ്റേഴ്സിൻ്റെതാകട്ടെ, അങ്ങനെ എന്തൊക്കെ ലയബിലിറ്റീസ് നമുക്കുണ്ടോ എല്ലാതും പേ ചെയ്തു. പേ ചെയ്തതിന് ശേഷം ഒരു ഇയർ തീർന്നു. ഇയർ തീർന്ന് പിറ്റത്തെ വർഷം വരുമ്പോൾ ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു അക്കൗണ്ടിങ് എന്താണ്? പുതിയൊരു ഓപ്പണിംഗ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് എന്തിൽ പറയുന്നത്? പോസ്റ്റ് ക്ലോസിംഗ് ട്രയൽ ബാലൻസ്.